നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ള അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്തു. LDF MLA-മാർക്കും സർക്കാരിനും ഉയർന്ന ജനപിന്തുണ തുടരുന്നതായി സർവേ റിപ്പോർട്ട്. 2 കോടി വാങ്ങി തിരികെ നൽകിയത് 20 ലക്ഷം മാത്രം. ആന്റണിക്കെതിരെ ആരോപണങ്ങളുമായി NM രാജു. ആരോഗ്യമേഖലയിൽ നാഴികക്കല്ലായി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ അവയവമാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട്. മുഖ്യമന്ത്രി തറക്കല്ലിട്ടു. ജമാഅത്തെ മതരാഷ്ട്രവാദികൾ തന്നെ. സമസ്ത പ്രമേയം UDF-നുള്ള മുന്നറിയിപ്പ്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശ് MBയെ കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദ്യം ചെയ്തു, പിന്നീട് വിട്ടയച്ചു. ശബരിമലയിൽ സ്വർണം മോഷണം നടത്തിയവരും വാങ്ങിയവരും വിറ്റവരും ഉൾപ്പെടെയുള്ള പ്രതികളുമായി സംസ്ഥാനത്തകത്തും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ വെച്ചും ഒത്തുചേരുകയും കൂടിക്കാഴ്ച നടത്തിയും പാരിതോഷികങ്ങളും മറ്റും സ്വീകരിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് SIT ചോദ്യം ചെയ്തത്. കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്വർണം വാങ്ങിയ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരുമായി അടൂർ പ്രകാശ് പലതവണ കൂടിക്കാഴ്ച നടത്തിയതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതീവ സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് പ്രതികൾക്ക് പ്രവേശനം ഒരുക്കുന്നതിൽ അടൂർ പ്രകാശിന് നിർണായക പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഇതുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പ്രതികളുമായി ചേർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ വെച്ച് ഗൂഢാലോചന നടത്തിയതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. പ്രതികളിൽ നിന്ന് പാരിതോഷികങ്ങൾ സ്വീകരിച്ചോ എന്നും SIT പരിശോധിക്കുന്നുണ്ട്. മോഷണ സ്വർണം കൈമാറ്റം ചെയ്തതിൽ MBക്ക് അറിവുണ്ടായിരുന്നോ എന്നതിലാണ് ഇപ്പോൾ വ്യക്തത തേടുന്നത്. സംസ്ഥാനത്ത് LDF MLA-മാർക്ക് ജനപിന്തുണ ഉയർന്ന നിലയിൽ തുടരുന്നതായി അടുത്തിടെ നടത്തിയ തെരഞ്ഞെടുപ്പ് സർവേ വ്യക്തമാക്കുമെന്ന് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട്. നിലവിലെ മണ്ഡലങ്ങളിലെ സിറ്റിംഗ് LDF MLA-മാരുടെയും സർക്കാരിൻ്റെയും ജനപ്രീതി ഉയർന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. കോൺഗ്രസിനെ നിരവധി സംസ്ഥാനങ്ങളിൽ പോൾ സർവേകൾ നടത്തിയിട്ടുള്ള ഗുജറാത്ത് ആസ്ഥാനമായുള്ള ഏജൻസിയാണ് സർവേ നടത്തിയത്. സർവേ ഫലത്തിന് പിന്നാലെ പ്രതിപക്ഷമായ UDF-നുള്ളിൽ ആശങ്കകൾ ഉയർന്നതായും തെരഞ്ഞെടുപ്പ് പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആഭ്യന്തര ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ ശക്തമായി തുടരുകയാണെന്നും ഇന്ത്യൻ എക്സ്പ്രസ് വാർത്തയിൽ പറയുന്നു. ഈ പ്രവണതയെ നേരിടാൻ ലക്ഷ്യമിട്ടിട്ടുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതായും ഉയർന്നു വരുന്ന LDF അനുകൂല തരംഗത്തിനെതിരായി കോൺഗ്രസ് നേതൃത്വത്തിന് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലു മുന്നറിയിപ്പ് നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 99 മണ്ഡലങ്ങൾ നേടിയാണ് LDF തുടർച്ചയായി രണ്ടാമതും അധികാരത്തിലെത്തിയത്. 67 സീറ്റുകൾ CPM നേടി. CPI 17 സീറ്റുകൾ നേടി. UDF-ന് 41 മണ്ഡലങ്ങൾ മാത്രമേ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ. 93 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് 22 സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചത്. ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പ്രതിപക്ഷം മറുപടി കൂട്ടുമ്പോഴാണ് LDF MLA-മാരുടെ ജനപിന്തുണ വലിയ തോതിൽ ഉയർന്നതായി സർവേ റിപ്പോർട്ട് പുറത്തു വന്നത്. സർക്കാരിന്റെ വികസന പദ്ധതികളും പ്രാദേശിക അടിസ്ഥാന സൗകര്യ വികസനവുമാണ് പൊതുജനങ്ങൾക്കിടയിൽ ജനപ്രതിനിധികൾക്ക് ലഭിക്കുന്ന സ്വീകാര്യതയ്ക്ക് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പത്തനംതിട്ട MP ആന്റണിക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് ആരോപണവുമായി നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ഫിനാൻസ് സ്ഥാപന ഉടമയും കേരള കോൺഗ്രസ് നേതാവുമായ NM രാജു. 2 മാസത്തിനകം തിരികെ നൽകാമെന്ന ഉറപ്പിൽ ആന്റണി തന്റെ പക്കൽ നിന്ന് 2 കോടി രൂപ വാങ്ങിയെന്നും എന്നാൽ 7 വർഷം കഴിഞ്ഞിട്ടും 20 ലക്ഷം രൂപ മാത്രമാണ് തിരികെ നൽകിയതെന്നുമാണ് രാജു ശനിയാഴ്ച വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയത്. 10 ലക്ഷം രൂപ വീതം 2 തവണകളായാണ് ഈ തുക ലഭിച്ചത്. തന്റെ സ്ഥാപനം വലിയ പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിൽ മകൾ ഉൾപ്പെടെ MPയുടെ വീട്ടിൽ ചെന്ന് പണം ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം നൽകാൻ തയ്യാറായില്ലെങ്കിലും 1000 തവണയെങ്കിലും പണത്തിനായി അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ടെന്നും രാജു ആരോപിച്ചു. ആന്റണിയുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ പുറത്താണ് യാതൊരു ഈടുമില്ലാതെ ഓഫീസിലെ അക്കൗണ്ട് വഴി ഈ പണം നൽകിയത്. അന്ന് ഞങ്ങൾ UDF-ന്റെ ഭാഗമായിരുന്നതിനാണ് ഇത്തരമൊരു സഹായം ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2018-19 കാലയളവിൽ പണം നൽകുമ്പോൾ കേരള കോൺഗ്രസ് UDF-ലായിരുന്നു. എന്നാൽ പിന്നീട് മുന്നണി നിന്ന് പുറത്താക്കപ്പെട്ടതോടെ LDF-മായി സഹകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പണമിടപാടിൽ യാതൊരു അസ്വാഭാവികതയുമില്ലെന്നും എല്ലാ രേഖകളും കൃത്യമാണെന്നും NM രാജു പറഞ്ഞു. യാതൊരു ഈടുമില്ലാതെ പണം നൽകിയത് കള്ളപ്പണമാണോ എന്ന ചോദ്യത്തിന് പണം MP എങ്ങനെ ഉപയോഗിച്ചു എന്നതും അദ്ദേഹത്തോട് ചോദിക്കേണ്ടതെന്നും താൻ വസ്തുതകൾ മാത്രമാണ് പറയുന്നതെന്നും ഇദ്ദേഹം പ്രതികരിച്ചു. പണം തിരികെ ലഭിക്കണമെന്ന ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഇതുവരെ പോലീസിൽ പരാതി നൽകാതിരുന്നതെന്നും ഇപ്പോൾ ഈ വിഷയം പരസ്യമാക്കാൻ തീരുമാനിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ബന്ധപ്പെട്ട അന്വേഷണം നേരിടുന്ന ഫിനാൻസ് സ്ഥാപനത്തിന്റെ ഉടമയാണ് NM രാജു. തന്ത്രി കണ്ഠരര് സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചത് സംബന്ധിച്ച് അന്വേഷിക്കാൻ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ കഴിഞ്ഞ ദിവസം ED റെയ്ഡ് നടത്തിയിരുന്നു. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ സുവർണലിപികളാൽ എഴുതപ്പെടാവുന്ന ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ അവയവമാറ്റ ശസ്ത്രക്രിയ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കോഴിക്കോട് ചെവായിരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കല്ലിട്ടു.
ലോകത്തിലെ തന്നെ മൂന്നാമത്തെയും ഇന്ത്യയിലെ ആദ്യത്തെയും ഇത്തരത്തിലുള്ള വിപുലമായ ചികിത്സാ ഗവേഷണ കേന്ദ്രമാണിത്. കിഫി വഴി 643.88 കോടി രൂപ ചെലവഴിച്ചാണ് ഈ ബൃഹത് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. അവയവ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഒരൊറ്റ കുടക്കീഴിൽ ലഭ്യമാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അവയവ തകരാർ ബാധിച്ചവരുടെ പ്രാഥമിക ചികിത്സ മുതൽ സങ്കീർണമായ ശസ്ത്രക്രിയകളും തുടർ പരിചരണവും പുനരധിവാസവും വരെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സാധ്യമാകും. കൂടാതെ ചികിത്സയ്ക്ക് പുറമെ ഗവേഷണം, അധ്യാപനം, വിദഗ്ധ പരിശീലനം എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക പ്രാധാന്യം നൽകും. സ്വകാര്യ മേഖലയിൽ ലക്ഷങ്ങൾ ചെലവ് വരുന്ന അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് സാധാരണക്കാർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും മിതമായ നിരക്കിൽ ലഭ്യമാക്കുക എന്ന വലിയ സാമൂഹിക പ്രതിബദ്ധതയും ഈ പദ്ധതിക്കുണ്ട്. ചേവായൂരിലെ 20 ഏക്കർ സ്ഥലത്ത് നിർമ്മാണം ആരംഭിച്ച ഈ സ്ഥാപനം 30 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അവയവമാറ്റ ശസ്ത്രക്രിയകൾക്കായി വിദേശ രാജ്യങ്ങളെയും സ്വകാര്യ ആശുപത്രികളെയും ആശ്രയിക്കുന്ന പ്രവണതയ്ക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നതോടെ വലിയ മാറ്റമുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള മുസ്ലിം തീവ്രവാദി ശക്തികൾക്കെതിരായ സമസ്ത നിലപാട് UDF-നുള്ള മുന്നറിയിപ്പ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷിക സമ്മേളനത്തിൽ ജമാഅത്തെ തുറന്നു വിമർശിച്ചിട്ടുള്ള പ്രമേയം സമുദായത്തിനകത്തും പുറത്തും വലിയ ചർച്ചയാണ് ഉണ്ടാക്കിയത്. മതരാഷ്ട്രവാദത്തോടും മത തീവ്രവാദത്തോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സമസ്ത ആവർത്തിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ജമാഅത്ത് ഇസ്ലാമിക്ക് വീണ്ടും ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ അതേ സന്ദർഭത്തിലാണ് ഇതെന്നും ശ്രദ്ധേയം. കോൺഗ്രസും മുസ്ലിം ലീഗും ജമാഅത്തെയും കെട്ടിപ്പുണരുന്നതിനുള്ള അതൃപ്തിയും എതിർപ്പുമാണ് സമസ്ത പ്രകടമാക്കിയത്. കോൺഗ്രസ് നേതാക്കളായ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തലയും കാസർഗോഡ് കുണിയയിലെ സമ്മേളന വേദിയിലെത്തിയ അതേ ദിവസമാണ് ജമാഅത്തോട് സന്ധി ചെയ്തെന്ന ആവശ്യം സമസ്ത മുന്നോട്ട് വെച്ചത്. ജമാഅത്തെ ഇസ്ലാമിയോട് സമസ്ത ശക്തമായ നിലപാടാണ് എന്നും സ്വീകരിച്ചിട്ടുള്ളത്. മതരാഷ്ട്രവാദം ജമാഅത്തെ ഇപ്പോഴും പിൻപറ്റുന്നു എന്നതിൽ സമസ്തക്ക് സംശയമേ ഇല്ല. ലോക്സഭാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ UDF ജമാഅത്തുമായി സഖ്യമുണ്ടാക്കിയതിനെ സമസ്തയിലെ മുതിർന്ന പണ്ഡിതരടക്കം വിമർശിച്ചിരുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. പേരാവൂർ പെരുന്നോട് UP സ്കൂളിൽ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ മെമ്പർ സെക്രട്ടറി A. സാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലോഗോ തയ്യാറാക്കിയ അശ്വൻ നാലക്കണ്ടിക്ക് KP സുരേഷ് കുമാർ ഉപഹാരം നൽകി. ശാസ്ത്രകാരന്മാരുടെ ചിത്രം വരച്ച യദുനാഥിന് അഡ്വക്കേറ്റ് KJ ജോസഫും ഉപഹാരം നൽകി. വയോജന പരിപാലനം എന്ന പുസ്തകം MP പട്ടതിരിപ്പാട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. OM ശങ്കരൻ, K വിനോദ് കുമാർ, T ബിന്ദു, KV ഗിരീഷ്, T ഗംഗാധരൻ, PP ബാബു, KR അശോകൻ, M ദിവാകരൻ തുടങ്ങിയ കേന്ദ്ര നിർവാഹക സമിതി അംഗങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. PV ജയശ്രീ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി P ബിജു പ്രവർത്തന റിപ്പോർട്ടും K ബാലകൃഷ്ണൻ വരവേല കണക്കും അവതരിപ്പിച്ചു. ധന്യസുഗതൻ വിട്ടുപിരിഞ്ഞ മുതിർന്ന പ്രവർത്തകരെ അനുസ്മരിച്ചു. ഏറ്റവും കൂടുതൽ മാസിക ചേർത്തവർക്ക് സ്കൂൾ മാനേജർ ഷിബു സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മുൻ സംസ്ഥാന പ്രസിഡന്റ് B രമേശ് സംഘടനാ രേഖ അവതരിപ്പിച്ചു. CP ഹരീന്ദ്രൻ പ്രമേയം അവതരിപ്പിച്ചു. സമ്മേളനം നാളെ സമാപിക്കും. സംഘടനാ സമിതി ചെയർമാൻ P പ്രഹ്ലാദൻ സ്വാഗതവും ജനറൽ കൺവീനർ P പ്രേമവല്ലി നന്ദിയും പറഞ്ഞു. 14 മേഖലകൾ പ്രതികരിച്ച് 110 പേരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സഞ്ചരിക്കുന്ന മത്സ്യവിപണന കേന്ദ്രം ഫ്ലാഗ് ഓഫ് ചെയ്തു. കല്യാശ്ശേരി മണ്ഡലത്തിലെ സഞ്ചരിക്കുന്ന മത്സ്യവിപണന കേന്ദ്രം അന്തിപ്പച്ചയുടെ ഉദ്ഘാടനം ഫ്ലാഗ് ഓഫും M വിജിൻ MLA നിർവഹിച്ചു. MLAയുടെ പ്രത്യേക വികസന ഫണ്ട് 18 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അന്തിപ്പച്ച പ്രവർത്തനം ആരംഭിക്കുന്നത്. ജില്ലയിലെ വിവിധ ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിൽ നിന്നും മത്സ്യഫെഡ് ഐക്കര മാപ്പിള ബേ ഹാർബറിൽ സജ്ജമാക്കിയിട്ടുള്ള ബേസ് സ്റ്റേഷനിലേക്ക് നേരിട്ട് സംഭരിക്കുന്ന വൈവിധ്യങ്ങളായ മത്സരങ്ങളാണ് അന്തിപ്പച്ചയിലൂടെ വിപണനം നടത്തുക. സംസ്ഥാന സർക്കാരിൻ്റെ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ഉപഭോക്താക്കൾക്ക് ഏറ്റവും ഗുണമേന്മയേറിയ രാസവസ്തുവിയുക്തമായ മത്സ്യം ന്യായവിലക്ക് ലഭ്യമാക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. എരിപുരം മാളായി BPC ഹാളിൽ നടന്ന പരിപാടിയിൽ മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ അധ്യക്ഷനായി. മത്സ്യഫെഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ P സഹദേവൻ പദ്ധതി വിശദീകരണം നടത്തി. ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് KN ഗീത, ഏഴോം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP മോഹൻ, ജില്ലാ പഞ്ചായത്ത് അംഗം MV ഷിമ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം T നിഷ, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീകല, മത്സ്യഫെഡ് ഭരണസമിതി അംഗങ്ങളായ T രഘുവരൻ, VK മോഹൻദാസ്, മത്സ്യഫെഡ് മാനേജർ V രജിത, ഫിഷറീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്പെക്ടർ പ്രഭേഷ് ലാൽ, V വിനോദ്, ബാബു രാജേന്ദ്രൻ, MP ഉണ്ണികൃഷ്ണൻ, T രാജൻ എന്നിവർ പങ്കെടുത്തു. സഞ്ചരിക്കുന്ന മത്സ്യവിപണന കേന്ദ്രം ഫ്ലാഗ് ഓഫ് ചെയ്തു. കല്യാശ്ശേരി മണ്ഡലത്തിലെ സഞ്ചരിക്കുന്ന മത്സ്യവിപണന കേന്ദ്രം അന്തിപ്പച്ചയുടെ ഉദ്ഘാടനം ഫ്ലാഗ് ഓഫും M വിജിൻ MLA നിർവഹിച്ചു. MLAയുടെ പ്രത്യേക വികസന ഫണ്ട് 18 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അന്തിപ്പച്ച പ്രവർത്തനം ആരംഭിക്കുന്നത്. ജില്ലയിലെ വിവിധ ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിൽ നിന്നും മത്സ്യഫെഡ്
ഐക്യ മാപ്പിള ബേ ഹാർബറിൽ സജ്ജമാക്കിയിട്ടുള്ള ബേസ് സ്റ്റേഷനിലേക്ക് നേരിട്ട് സംഭരിക്കുന്ന വൈവിധ്യങ്ങളായ മത്സരങ്ങളാണ് അന്തിപ്പച്ചയിലൂടെ വിപണനം നടത്തുക. സംസ്ഥാന സർക്കാരിൻ്റെ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ഉപഭോക്താക്കൾക്ക് ഏറ്റവും ഗുണമേന്മേറിയ രാസവസ്തുവിയുക്തമായ മത്സ്യം ന്യായവിലക്ക് ലഭ്യമാക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. എരിപുരം മാളായി BPC ഹാളിൽ നടന്ന പരിപാടിയിൽ മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ അധ്യക്ഷനായി. മത്സ്യഫെഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ P സഹദേവൻ പദ്ധതി വിശദീകരണം നടത്തി. ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് KN ഗീത, ഏഴോം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP മോഹൻ, ജില്ലാ പഞ്ചായത്ത് അംഗം MV ഷിമ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം T നിഷ, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീകല, മത്സ്യഫെഡ് ഭരണസമിതി അംഗങ്ങളായ T രഘുവരൻ, VK മോഹൻദാസ്, മത്സ്യഫെഡ് മാനേജർ V രജിത, ഫിഷറീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്പെക്ടർ പ്രഭേഷ് ലാൽ, V വിനോദ്, ബാബു രാജേന്ദ്രൻ, MP ഉണ്ണികൃഷ്ണൻ, T രാജൻ എന്നിവർ പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.